പ്രിയമുള്ളവരെ, ഇന്നത്തെ വിഷയം പറയും മുൻപ് പ്രധാനമായും ഇനിയും പറയുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതുപോലെയുള്ള കമന്റ് പറയുന്നവർക്ക് പൊതുവായി ഞങ്ങൾ നൽകുന്ന മറുപടിയാണ്. കാരണം ഇനി വരുന്ന മറ്റു എല്ലാവിധ പുതിയ വിഷയങ്ങളിൽ ഒരു പക്ഷേ ആവർത്തിച്ച് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ ചാനലിൽ വരുന്ന മന്ത്രങ്ങൾ മലയാളത്തിൽ ഒരു പക്ഷേ മറ്റു ചാനലുകളിൽ എഴുതി കാണിക്കുന്നുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ മലയാളത്തിൽ അർത്ഥം മാറി എന്നൊക്കെ പറഞ്ഞു ചില ചാനൽ സുഹൃത്തുക്കൾ കമന്റ് അയച്ചു തരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രിയമുള്ള സുഹൃത്തെ, അങ്ങനെയുള്ള ആളുകളോട് ഒന്ന് മാത്രം പറയുന്നു. താങ്കൾക്ക് ഇങ്ങനെ ചെയ്യുവാൻ അവസരങ്ങൾ ധാരാളം ഉണ്ടല്ലോ. ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണ്. ഞങ്ങൾ എഴുതിയ മലയാളം സാധാരണക്കാർക്ക് കൂടി പ്രയോജനപ്പെടുവാൻ മാത്രമാണ്. താങ്കൾക്ക് മലയാളം ഉച്ചാരണം പ്രശ്നമാകുന്നുവെങ്കിൽ താങ്കൾ ഈ ചാനലിൽ ഉള്ള മറ്റു ഭാഷകൾ തിരഞ്ഞു എടുക്കാവുന്നതാണ്. മിക്കവാറും മന്ത്രങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഈ ചാനലിൽ താങ്കൾക്ക് കാണാവുന്നതാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കൃത്യമായി വായിക്കുവാൻ കഴിയുന്ന ഭാഷ തിരഞ്ഞു എടുത്തു ജപിക്കുക. കൂടാതെ ഓരോ മന്ത്രങ്ങളുടെയും ഉടമസ്ഥനെക്കുറിച്ചുള്ള കാര്യങ്ങളും വിശ്വാസങ്ങളും കഥകളും നിങ്ങൾക്ക് പറഞ്ഞു തരുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് പൊതുവായി ഈ വിവരണം അല്ലെങ്കിൽ മറുപടി പറയണം എന്ന് തോന്നിയതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞത്. പ്രിയമുള്ളവരെ, വിശ്വാസമുള്ളവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മാറ്റങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നവരാണ് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കുക, മാറുക, ചിന്തിക്കുക, നേടുക. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. മറ്റൊരു പുതിയ വീഡിയോസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞത് സ്വിച്ച് വേർഡുകൾ ആയിരുന്നുവെങ്കിൽ ഇന്ന് പറയുന്നത് അതിശക്തമായ 2 മന്ത്രമാണ്. ഈ 2 മന്ത്രം നിങ്ങളുടെ ശാരീരിക സൗന്ദര്യം വർദ്ധിപ്പിക്കുക മാത്രം അല്ല, നിരവധി ഗുണങ്ങൾ നേടിത്തരുന്നു. സുഹൃത്തുക്കളെ, മന്ത്രങ്ങൾ എന്തായാലും ഏതായാലും അതിനെക്കുറിച്ച് അറിഞ്ഞു ജപിക്കുക. ഈ സമയം ബിസിയുള്ളവർ മറ്റൊരു സമയം വിവരണം കേട്ട് മനസ്സിലാക്കി മാത്രം ജപിക്കുക. ഇന്ന് പറയുന്നത് 2 സൂര്യമന്ത്രമാണ്. ഈ 2 മന്ത്രങ്ങൾ ജപിക്കുന്ന വ്യക്തിക്ക് ആരോഗ്യം, സൗന്ദര്യം, ആകർഷണം, രോഗപ്രതിരോധശേഷി, സമ്പത്തു എന്നിവ ലഭിക്കുന്നതാണ് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് സൗന്ദര്യം ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ജപിക്കാം. ആരോഗ്യം ആഗ്രഹിച്ചാൽ ജപിക്കാം. ടെൻഷൻ ഉണ്ടായാൽ ജപിക്കാം. രോഗശാന്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ ജപിക്കാം. ധനം ആഗ്രഹിച്ചാൽ ജപിക്കാം. ഇതുപോലെ പല നേട്ടമാണ് ഈ മന്ത്രങ്ങൾ വഴി നമുക്ക് ലഭിക്കുന്നത്. മന്ത്രങ്ങൾ ജപിക്കും മുൻപ് സൂര്യ ഭഗവാനെക്കുറിച്ച് കൂടുതൽ അറിയാത്തവർ ഇനി പറയുന്നവ മനസ്സിലാക്കി ജപം ആരംഭിക്കുക. സൂര്യദേവൻ. ഹിന്ദുമതത്തിൽ സൂര്യനെ ഭഗവാൻ സൂര്യൻ അല്ലെങ്കിൽ സൂര്യദേവൻ എന്ന പേരിൽ ആരാധിക്കുന്നു. ഹിന്ദു സമൂഹം സൂര്യനെ വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കുകയും വിവിധ ശുഭകരമായ അവസരങ്ങളിലും ഉത്സവങ്ങളിലും ആരാധിക്കുകയും ചെയ്യുന്നു. പഞ്ചദേവ ആരാധനയിലും സൂര്യൻ ഒരു പ്രത്യേക സ്ഥാനം നൽകുന്നു. ജീവജാലങ്ങൾക്ക് സൂര്യനെ ദിവസവും കാണാൻ എളുപ്പമായതിനാൽ സൂര്യനെ ഒരു ദൃശ്യദേവനായി ആരാധിക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിലെ പല സ്ഥലങ്ങളിലും പുരാതന സൂര്യക്ഷേത്രങ്ങളും അവയുടെ അവശിഷ്ടങ്ങളും കാണപ്പെടുന്നു. ഇത് സൂര്യോപാസന, അതായത് സൂര്യദേവനെ ആരാധിക്കുന്നത് പുരാതന കാലം മുതൽ തന്നെ വളരെ പ്രധാനമായി കണക്കാക്കപ്പെട്ടിരുന്നുവെന്ന് തെളിയിക്കുന്നു. വേദങ്ങളിൽ സൂര്യനെ സൃഷ്ടിയുടെ ആത്മാവായി വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും ഭൂമിയിലെ ജീവിതത്തിന് സൂര്യന്റെ ആവശ്യകത തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. വേദകാലഘട്ടത്തിൽ ആര്യന്മാർ സൂര്യനെ മുഴുവൻ പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവായി കണക്കാക്കി. ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന ദേവതകളിൽ സൂര്യദേവൻ ഒരു പ്രധാന സ്ഥാനമുണ്ട്. യജുർവേദത്തിൽ ഇത് പറയുന്നു, ചക്ഷോ സൂര്യോ ജയത്, അതായത് സൂര്യനെ പരമദേവന്റെ കണ്ണ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചന്ദ്രോപനിഷത്ത് അനുസരിച്ച് സൂര്യഭഗവാനെ ആരാധിച്ചു ധ്യാനം നടത്തിയാൽ ഒരു പുത്രനെ ലഭിക്കും. ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ സൂര്യനെ ദൈവത്തിന്റെ വ്യക്തിത്വമായി കണക്കാക്കുന്നു. ആയുർവേദം, ജ്യോതിഷം, ശ്രുതി, സ്മൃതി, പുരാണങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ മതഗ്രന്ഥങ്ങളിൽ സൂര്യഭഗവാന്റെ മഹത്വം വിവരിച്ചിരിക്കുന്നു. നവഗ്രഹ മണ്ഡലത്തിൽ സൂര്യനെ 9 ഗ്രഹങ്ങളുടെ രാജാവായി ആരാധിക്കുന്നത് നല്ല ആരോഗ്യത്തിനും ദീർഘായുസ്സിനും കാരണമാകുന്നു. കൂടാതെ ശാരീരിക സൗന്ദര്യം, മൊത്തത്തിലുള്ള ക്ഷേമം, സമൃദ്ധിയും പ്രശസ്തിയും, രോഗശാന്തിക്കും വംശാവലി വർദ്ധിപ്പിക്കാനുള്ള ആഗ്രഹത്തോടെയും സൂര്യഭഗവാനെ ആരാധിക്കുന്നു. നാരായണൻ, തപേന്ദ്രൻ, ഭാസ്കർ, ദിവാകർ, ഹിരണ്യഗർഭൻ, ഖഗേശൻ, മിത്രൻ തുടങ്ങിയ വിവിധ പേരുകളിലും സൂര്യദേവനെ അഭിസംബോധന ചെയ്യുന്നു. സൂര്യദേവ കുടുംബം ആണ് ഇനി പറയുന്നത്. മഹർഷി കശ്യപൻ, അദിതി ദേവി എന്നിവരാണ് സൂര്യഭഗവാന്റെ മാതാപിതാക്കൾ. ഹിന്ദു മതഗ്രന്ഥങ്ങളിൽ സൂര്യഭഗവാന്റെ 2 ഭാര്യമാരെ വിവരിച്ചിരിക്കുന്നു. സഞ്ജന, സരണ്യു അല്ലെങ്കിൽ സംഖ്യ എന്നും അറിയപ്പെടുന്നു. ഛായ. മേഘങ്ങളുടെ ദേവതയും മുഖ്യപത്നിയുമായ സഞ്ജന ആദ്യം സൂര്യനെ വിവാഹം കഴിച്ചു. പക്ഷേ കടുത്ത ചൂട് കാരണം അവൾ അവിടെ നിന്ന് പോകുന്നു.
പിന്നീട് അവൾ ഒരു നിഴൽ സ്വരൂപമായ ഛായയെ സൃഷ്ടിക്കുന്നു. അവളും സൂര്യന്റെ ഭാര്യയായി മാറുന്നു. ഹിന്ദു പുരാണത്തിലെ സൂര്യദേവനായ സൂര്യൻ പ്രധാന സൂര്യദേവതകളുടെ ഒരു കൂട്ടമായ ആദിത്യന്മാരിൽ ഒരാളാണ്. ആദിത്യന്മാർ എന്നും അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ സഹോദരങ്ങളിൽ ഇന്ദ്രൻ, വരുണൻ, വാമനൻ, ഭഗൻ, ആര്യമാൻ, മിത്രൻ എന്നിവർ ഉൾപ്പെടുന്നു. സൂര്യദേവന്റെ മൂത്ത സഹോദരനാണ് ഇന്ദ്രൻ. സൂര്യഭഗവാന് 10 ഇളയ സഹോദരന്മാരുണ്ട്. അവരുടെ പേരുകൾ യഥാക്രമം ധാത്, പൂഷ, ആര്യമാൻ, ത്വഷ്ടർ, ഭഗൻ, അംശുമാൻ, മിത്രൻ, വരുണൻ, പർജന്യൻ, വാമനൻ എന്നിവയാണ്. ശനി, യമരാജൻ, യമുന എന്നിവരാണ് സൂര്യഭഗവാന്റെ ഏറ്റവും ജനപ്രിയരായ കുട്ടികൾ. എന്നാൽ ഇവരെ കൂടാതെ വൈവസ്വത് മനു, അശ്വിനി കുമാർ, രേവന്ത്, തപതി, സവർണി മനു, സുഗ്രീവ, കർണൻ, ഭദ്രൻ തുടങ്ങിയവർ സൂര്യദേവന്റെ മക്കളാണ്. ചതുർഭുജരൂപത്തിൽ രക്തവും മഞ്ഞനിറവുമുള്ള സൂര്യഭഗവാനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. 3 കൈകളിൽ ശംഖം, ചക്രം, പത്മം എന്നിവ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 4ാമത്തെ കൈ വരദമുദ്രയിൽ തുടരുന്നു. സൂര്യഭഗവാനുമായി ബന്ധപ്പെട്ട വിവിധ ചിത്രങ്ങളിലും ശില്പങ്ങളിലും അദ്ദേഹം ഒരു രഥത്തിൽ സവാരി ചെയ്യുന്നതായി കാണിച്ചിരിക്കുന്നു. അരുണൻ സൂര്യഭഗവാന്റെ സാരഥിയാണ്. ഈ രഥം 7 കുതിരകൾ വലിക്കുന്നു. ഈ ദിവ്യരഥം ഒരു മുഹൂർത്തത്തിൽ 34,800,000 യോജനകൾ സഞ്ചരിക്കുന്നു. സൂര്യദേവന്റെ പ്രധാന ആയുധങ്ങളിൽ ചിലത് സൂര്യദേവനാണ്. ഹിന്ദുമതത്തിലെ സൂര്യദേവനായ സൂര്യനെ സൂര്യ അഷ്ടോത്തര ശതനാമലിയിൽ 108 നാമങ്ങളാൽ സ്തുതിക്കുന്നു. ഓരോ നാമത്തിനും മന്ത്രജപവും അർത്ഥങ്ങളും ഉള്ളതിനാൽ നിലവിൽ മറ്റൊരു സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കാം. ഹിന്ദു വേദ ജ്യോതിഷത്തിൽ സൂര്യനെ പുരുഷഗ്രഹമായും അതിന്റെ ജാതിക്ഷത്രിയനായും ലോഹം ചെമ്പായും രത്നം മാണിക്യമായും അർദ്ധവിലയേറിയ കല്ലുകളായും ഇതിനെ താമ്ര, മഹ്സുരി, ലാലാദി എന്നിങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. സൂര്യഗ്രഹത്തിന്റെ അധിപൻ ശിവനാണ്. വേദകാലങ്ങൾ അനുസരിച്ച് സൂര്യൻ വേനൽക്കാലവുമായി ബന്ധപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രം, കൊട്ടാരം, വനം, കോട്ട, നദീതീരങ്ങൾ എന്നിവയാണ് സൂര്യന്റെ വാസസ്ഥലം. മനുഷ്യശരീരത്തിലെ കണ്ണുകൾ, മുഖം, ആമാശയം, ഹൃദയം എന്നിവയെ സൂര്യൻ പ്രതിനിധീകരിക്കുന്നു. ജ്യോതിഷം അനുസരിച്ച് സൂര്യന്റെ മഹാദശ 6 വർഷം നീണ്ടുനിൽക്കും. ജ്യോതിഷത്തിൽ സൂര്യനെ ആത്മാവിന്റെ കാശു എന്ന് വിളിക്കുന്നു. ജ്യോതിഷം അനുസരിച്ച് കൃതിക, ഉത്തരാഷാഢ്, ഉത്തരാഫൽഗുനി എന്നീ നക്ഷത്രങ്ങളുടെ അധിപനാണ് സൂര്യൻ. രാശിചക്രത്തിലെ 5ാമത്തെ രാശിയായ സിംഹത്തിന്റെ അധിപൻ സൂര്യൻ പിതാവിനെ പ്രതിനിധീകരിക്കുകയും മരം, സ്വർണം, ചെമ്പ് ആഭരണങ്ങൾ മുതലായവയെ ബാധിക്കുകയും ചെയ്യുന്നു. ഗോതമ്പ്, നെയ്യ്, കല്ല്, മരുന്ന്, മാണിക്യം തുടങ്ങിയ വസ്തുക്കളെ സൂര്യഗ്രഹം ബാധിക്കുന്നു. ജാതകത്തിൽ സൂര്യന്റെ നെഗറ്റീവ് സ്വാധീനം കാരണം കണ്ണ്, തലവേദന, രക്തസമ്മർദ്ദം, ഷണ്ടി, പനി, പിത്തസംബന്ധമായ രോഗങ്ങൾ എന്നിവ ഉണ്ടാകുന്നു. സാമുദ്രിക ശാസ്ത്രമനുസരിച്ച് കൈപ്പത്തിയിലെ മോതിരവിരലിന്റെ ഉദ്ഭവത്തെ സൂര്യപർവ്വതം എന്ന് വിളിക്കുന്നു. സൂര്യപർവ്വതത്തിൽ വരച്ച വരകളെ സൂര്യരേഖ എന്ന് വിളിക്കുന്നു. ഈ വരകൾ നോക്കുന്നതിലൂടെ രാഷ്ട്രീയ, ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിഗണിക്കപ്പെടുന്നു. സംഖ്യാശാസ്ത്രമനുസരിച്ച് സൂര്യൻ 1 എന്ന സംഖ്യയെ പ്രതിനിധീകരിക്കുന്നു. ഒരു വ്യക്തി ഏതെങ്കിലും മാസത്തിലെ 1, 10, 19, 28 തീയതികളിൽ ജനിച്ചാൽ അവന്റെ മൂലംഗം 1 ആയിരിക്കും. അധിപൻ സൂര്യനായിരിക്കും. സൂര്യമന്ത്രം. രാവിലെ ഈ മന്ത്രം ജപിക്കുന്നത് ആരോഗ്യത്തിനും സമ്പത്തിനും സമൃദ്ധിക്കും വളരെയധികം ഗുണം ചെയ്യും. ഇത് ജീവിതത്തിൽ മുഴുവൻ വിജയവും നൽകുന്നു. ദിവസം 108 തവണ ജപിക്കുക. സയൻസ് അനുസരിച്ചു സൂര്യനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. നമ്മുടെ വിഷയം വിശ്വാസപരമായ സൂര്യദേവനെക്കുറിച്ചാണ്. സൂര്യമന്ത്രം സൂര്യന്റെ ദിവ്യപ്രകാശത്തെയും ശക്തിയെയും ആവാഹിച്ച് സൗന്ദര്യം, ആരോഗ്യം, സമ്പത്ത്, ധൈര്യം എന്നിവ മെച്ചപ്പെടുത്തുന്നു. ഈ മന്ത്രം ജപിക്കുന്നത് മാനസിക വ്യക്തത വർദ്ധിപ്പിക്കാനും അവബോധം ഉയർത്താനും പ്രകൃതിയുമായും പ്രപഞ്ചശക്തികളുമായും ആഴത്തിലുള്ള ബന്ധം വളർത്തിയെടുക്കാനും സഹായിക്കും. സൂര്യമന്ത്രം പ്രധാനമായും ഹിന്ദുമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സൂര്യനെ ആരാധിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സൗരവിഭാഗത്തിൽ സൂര്യദേവൻ എന്നും അറിയപ്പെടുന്ന സൂര്യൻ ഹിന്ദുമതത്തിലെ ഒരു പ്രധാന ദേവനാണ്. കൂടാതെ സ്മാർത്ത പാരമ്പര്യത്തിലെ 5 ദേവതകളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. ഹിന്ദു ജ്യോതിഷത്തിലെ 9 ഗ്രഹങ്ങളായ നവഗ്രഹങ്ങളുടെയും ഭാഗമാണ് അദ്ദേഹം. സൗര അല്ലെങ്കിൽ ശൗര്യ എന്നത് ഹിന്ദുമതത്തിലെ ഒരു വിഭാഗമാണ്. അതിന്റെ അനുയായികൾ സൂര്യദേവനായ സൂര്യനെ സഗുണ ബ്രഹ്മമായി ആരാധിക്കുന്നു. സമകാലിക കാലഘട്ടത്തിൽ സൗരങ്ങൾ വളരെ ചെറിയ ഒരു പ്രസ്ഥാനമാണ്. വൈഷ്ണവം അല്ലെങ്കിൽ ശൈവം പോലുള്ള മറ്റ് വലിയ വിഭാഗങ്ങളെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. പ്രിയമുള്ളവരെ, ഈ ചാനൽ പ്രയോജനകരം എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം. പ്രിയമുള്ളവരെ, വിശ്വസിക്കുക, ജപിക്കുക, നേടുക. ഗുഡ് ലക്ക്.